നോമ്പെടുക്കൽ പ്രത്യേകമായി സുന്നത്തുള്ള വളരെ പ്രത്യേകതയുള്ള ദിവസങ്ങളാണ്. ദുൽഹജ്ജ് 1 മുതൽ 9 വരെയുള്ള എല്ലാ ദിവസങ്ങളും നോമ്പെടുക്കൽ പ്രത്യേകം പുണ്യമുള്ള ദിനങ്ങളാണ്. ആ 9-ൽ നിന്ന് പ്രത്യേകിച്ചും 8ഉം 9ഉം അതിന്റെ പുണ്യം പിന്നെ പറയേണ്ടതില്ല. ദുൽഹജ്ജ് 8ന്റെ നോമ്പും വളരെ പ്രധാനപ്പെട്ട ഒരു നോമ്പാണ്. യൗമുത് തർവിയ എന്നാണ് ആ ദിവസത്തിന് പറയാ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു നോമ്പാണ് ദുൽഹജ്ജ് 8ന്റെ നോമ്പ്. അത് ഇന്ന് ഈ വർഷത്തിൽ അപ്പുറത്ത് നമ്മുടെ ഹാജിമാർ ഹജ്ജിന് പോയി അവിടെ അറഫയിൽ ഒരുമിച്ച് കൂടി പൊട്ടിക്കരയുന്ന സമയമാണ്. ആ സമയത്ത് നമ്മൾ നോമ്പുകാരാവുക. അപ്പൊ ദുൽഹജ്ജ് 8ന് നമുക്ക് നോമ്പ് സുന്നത്തുണ്ടല്ലോ. അതോടുകൂടെ തന്നെ വ്യാഴാഴ്ചയും കൂടിയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ആ നോമ്പിന് വലിയ പുണ്യം ഈ വർഷത്തെ ദുൽഹജ്ജ് 8ന്റെ നോമ്പിന് സാധാരണ 8ന്റെ നോമ്പിനേക്കാൾ വളരെ കൂടുതൽ പുണ്യം വർദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് ദുൽഹജ്ജ് 8ന്റെ നോമ്പും നമ്മളെല്ലാവരും സുന്നത്താണെങ്കിലും നിർബന്ധമായും എടുക്കണം.